കായംകുളത്ത് സ്വർണം മോഷ്ടിച്ചു എന്നാരോപിച്ച് മധ്യവയസ്കനെ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രധാന പ്രതികൾ ഒളിവിലാണെന്ന് അറിയുന്നു. ഒന്നാം പ്രതി രതീഷും രണ്ടാം പ്രതി ശ്രീശാന്തും ചേർന്നാണ് അതിക്രൂര മർദ്ദനത്തിന് നേതൃത്വം കൊടുത്തത്. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുകയാണ്. അശ്വിൻ, ഗുഡ് മോർണിംഗ്. ഇവരെങ്ങോട്ടാണ് പതുങ്ങിപ്പോയത്, ഈ പ്രതികള്? വെരി ഗുഡ് മോർണിംഗ്. എവിടെയാണ് എന്ന് പോലീസിനും കൃത്യമായ ധാരണയില്ല. ഈ 3 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നലെ ഊർജിതമായി തന്നെ നടത്തിയ പ്രദേശത്ത് തന്നെ ഇവരുണ്ട് എന്നുള്ളൊരു ധാരണ ഇന്നലെ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള വീടുകളൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നു. അത് അത്യാവശ്യം ഒരു യുവാക്കൾ തിങ്ങിപ്പാർക്കുന്നൊരു സ്ഥലമാണ്. ഒരു ഗുണ്ടാ സെറ്റപ്പിലൊക്കെയുള്ള ആളുകൾ, കാപ്പ ചുമത്തപ്പെട്ട ആളുകളൊക്കെ താമസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അവിടെ നിന്ന് പക്ഷേ ഇന്നലത്തെ തെരച്ചിലിൽ കണ്ടെത്താനായില്ല. മറ്റെവിടേക്കെങ്കിലും മാറിയിട്ടുണ്ടാകും എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. ഒന്നാം പ്രതി രതീഷാണ്, രണ്ടാം പ്രതി ശ്രീശാന്ത്. ഈ 2 പേർ ചേർന്നാണ് ഷിബുവിനെ അതിക്രൂരമായി മർദ്ദിച്ചത്. ഇടിച്ചും ചവിട്ടിയും ഒക്കെ കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇവർ 2 പേരുമാണ് മാരകമായി മർദ്ദിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. പിന്നെയുള്ളത് 6ാം പ്രതിയായ ശ്രീനാഥാണ്. ശ്രീനാഥും ഈ കൊലപാതകത്തിന് കൂട്ടുനിന്ന ആളാണ്. നിലവിൽ പിടിയിലായിരിക്കുന്നത് 3 പേരാണ്. അത് ഈ വിഷ്ണു എന്ന് പറയുന്ന ഒരാൾ, വിഷ്ണുവിൻ്റെ അമ്മ കനി, വിഷ്ണുവിൻ്റെ ഭാര്യ ചിഞ്ചു, ഈ 3 പേരെ നിലവിൽ അറസ്റ്റ് ചെയ്ത് കൊട്ടാരക്കര ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ മരണപ്പെട്ട ഷിബുവിൻ്റെ മൃതദേഹം സ്വദേശമായ കന്യാകുമാരിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. 2 വയസ്സുകാരിയുടെ 2.5 ഗ്രാം വരുന്ന സ്വർണം മോഷ്ടിച്ചു എന്നുള്ളതാണ് ആരോപണം. ഈ അച്ഛനും അമ്മയും അച്ഛൻ്റെ അമ്മയുമൊക്കെ നിലവിൽ ജയിലിലായതോടെ ഈ 2 വയസ്സുകാരിയുടെ ജീവിതമാണ് അല്പം വിഷമത്തിലായിരിക്കുന്നത്. ഇന്നലെ രാത്രി 9:30 വരെ ആ കുട്ടി കായംകുളം പോലീസ് സ്റ്റേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടുന്ന് ശേഷം രാത്രി ബന്ധുക്കളെത്തി ബന്ധുവീട്ടിലേക്കാണ് ഈ 2 വയസ്സുകാരിയെ കൊണ്ടുപോയത്. എന്താണ് പ്രശ്നമെന്ന് പോലും അറിയാതെ ആ പാവം കുട്ടി കഴിയുകയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ തുടർ നടപടികൾ പോലീസ് തുടങ്ങിയിട്ടുണ്ട്. ഇവരെ എവിടെ നിന്ന് കണ്ടെത്താനാകുമെന്നുള്ള അന്വേഷണമാണ് നടത്തുന്നത്. നിലവിൽ ജില്ലയ്ക്ക് പുറത്തേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.